ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങളുടെ EVS സബ്ജക്റ്റിൽ വരുന്ന ഒന്നാമത്തെ പാഠമില്ലേ, ഓർഗാനിസംസ് ആൻഡ് സറൗണ്ടിങ്സ്, ജീവികളും ചുറ്റുപാടും. ഈ ഒരു പാഠത്തിൽ നിന്ന് നിങ്ങൾക്ക് LSS പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാവുന്ന ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഈ വീഡിയോയിൽ നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെയും മലയാളം മീഡിയത്തിൻ്റെയും ക്വസ്റ്റ്യൻസ് പറയുന്നതാണ്. നിങ്ങൾ ഈ പാഠത്തിൽ നിന്നും പ്രധാനമായും പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് അഡാപ്റ്റേഷൻസ്, അനുകൂലനം എന്നാൽ എന്താണെന്ന്. നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഒരുപാട് ജീവികളുണ്ടല്ലേ നമ്മുടെ സറൗണ്ടിങ്സിൽ, നമ്മുടെ ചുറ്റുപാടിൽ ഒരുപാട് ജീവികളുണ്ട്. ഓരോ ജീവികൾക്കും അതിൻ്റേതായ അഡാപ്റ്റേഷൻസ്, അനുകൂലനം ആണുള്ളത്. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഓരോ ജീവികളുടെയും അനുകൂലനങ്ങൾ, അഡാപ്റ്റേഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ നിർബന്ധമായും കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ്, ഈ പാഠത്തിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളതെന്ന് നമുക്കിവിടെ നോക്കാം. നിങ്ങളുടെ ആദ്യത്തെ ചോദ്യമാണ് വാട്ട് ഈസ് ഹാബിറ്റേറ്റ്? ആവാസം അഥവാ ഹാബിറ്റേറ്റ്. മലയാളം മീഡിയത്തിലും ഹാബിറ്റേറ്റ് എന്ന വാക്ക് പറയുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. സോ ഇവിടെ ആവാസം എന്നാൽ എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 14ാമത്തെ പേജിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദി എൻവിറോൺമെൻറ്റ് ഇൻ വിച്ച് എൻ ഓർഗാനിസം ലിവ്സ് ഈസ് ഇറ്റ്സ് ഹാബിറ്റേറ്റ്. അതായത് ഒരു ജീവി വസിക്കുന്ന ചുറ്റുപാടാണ് അതിൻ്റെ വാസസ്ഥലം അഥവാ ആവാസം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു നമ്മുടെ സറൗണ്ടിങ്സിൽ, ചുറ്റുപാടിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ജീവികളുണ്ട്. അവരൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ജീവിക്കുന്നത്. ചിലരെ നമുക്ക് പുഴയിൽ കാണാം, ചിലർ വയലിലാണ് ഉണ്ടാവുക, കുളത്തിൽ, മരത്തിൽ, മണ്ണിൽ. അങ്ങനെ ഓരോ ജീവികളും വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ജീവിക്കുന്നത്. അങ്ങനെ ഈ ഓരോ ജീവികളും ഈ വസിക്കുന്ന ഈ ഒരു ചുറ്റുപാടിനെയാണ് നമ്മൾ ഹാബിറ്റേറ്റ്, വാസസ്ഥലം എന്ന് പറയുന്നത്. അതായത് ഈ ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഓരോ ഓർഗാനിസമും ജീവിക്കുന്ന എൻവിറോൺമെൻറ്റ്, അതായത് ചുറ്റുപാട്, അതിനെയാണ് നമ്മൾ ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? സിമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കുക. ഹാബിറ്റേറ്റ് പറഞ്ഞാൽ ഒന്നുമില്ല, ഓരോ ജീവികൾ വസിക്കുന്ന, താമസിക്കുന്ന, ജീവിക്കുന്ന ആ ഒരു സ്ഥലത്തെയാണ് നമ്മൾ ഹാബിറ്റേറ്റ്, വാസസ്ഥലം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഹാബിറ്റേറ്റിൽ ഓരോ ഓർഗാനിസത്തിനും, ഓരോ ജീവികൾക്കും ആവശ്യമായിട്ടുള്ള, അതിൻ്റെ ജീവൻ നിലനിൽക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഈ ഒരു വാസസ്ഥലത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് ഇപ്പോൾ മീൻ എവിടെയാണ് ജീവിക്കുക? മീനിനെ നമ്മൾ കാണുന്നത് കുളത്തിലല്ലേ, നമ്മൾ പോണ്ടിലും റിവറിലും ഒക്കെയാണ് ഫിഷിനെ നമ്മൾ കാണുന്നത്. സോ ആ ഒരു മീനിന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും എവിടെ ഉണ്ടാവും? ആ ഒരു കുളത്തിലുണ്ടാവും. ഓക്കെ, അതിനാണ് നമ്മൾ ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ 2 പോയിൻ്റാണ് ഇവിടെ ഹാബിറ്റേറ്റ് എന്നാൽ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ദ എൻവിറോൺമെൻറ്റ് ഇൻ വിച്ച് എൻ ഓർഗാനിസം ലിവ്സ് ഈസ് ഹിറ്റ്സ് ഹാബിറ്റേറ്റ്. ഒരു ജീവി വസിക്കുന്ന ചുറ്റുപാടാണ് അതിൻ്റെ വാസസ്ഥലം എന്ന് പറയുന്നത്. പിന്നെ ദി ഹാബിറ്റേറ്റ് കണ്ടെയ്ൻസ് എവറിത്തിങ് ദാറ്റ് ദി ഓർഗാനിസം നീഡ് ടു സർവൈവ്. ഒരു ജീവിയുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ആ വാസസ്ഥലത്ത് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ഇപ്പം മണ്ണിരയാണെങ്കിൽ എക്സാമ്പിളായിട്ട് പറയുകയാണ്, ഒരു മണ്ണിര, ഒരു എർത്ത് വേംസ് എവിടെയാണ് വസിക്കുന്നത്? മണ്ണിലാണ്. സോ അതിനാവശ്യമായിട്ടുള്ള, അതിൻ്റെ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും എവിടെ ഉണ്ടാകും? ഈ ഒരു മണ്ണിലുണ്ടാവും. ഓക്കെ, സെറ്റ് അല്ലേ? ഹാബിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ടൈപ്പിലൊക്കെ ചോദ്യങ്ങളിൽ ഈ ഒരു ഹാബിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചേക്കാം. സോ എല്ലാവരും ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ ഹാബിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഗിവ് 2 എക്സാമ്പിൾസ് ഓഫ് ഓർഗാനിസംസ് ദാറ്റ് ക്യാൻ ലിവ് ബോത്ത് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ. അതായത് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിവുള്ള 2 ജീവികൾ ഏതെല്ലാം? അതായത് ആംഫിബിയൻസ്, ഉഭയജീവികൾക്ക് 2 എക്സാമ്പിൾസ്, ഉദാഹരണങ്ങൾ എഴുതാനാണ് നിങ്ങളെടുത്ത് പറഞ്ഞത്. ഒന്ന് നമുക്ക് എഴുതാം, ഫ്രോഗ്, തവള. വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവിയാണ് ഫ്രോഗ്. നിങ്ങൾക്ക് ഈ പാഠത്തിൽ ഫ്രോഗിൻ്റെ അഡാപ്റ്റേഷൻ, അനുകൂലനം ഒക്കെ പഠിക്കാനുണ്ട്. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതാണല്ലേ.
നമ്മൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, തവള എങ്ങനെയാണ് കരയിൽ ശ്വസിക്കുന്നത്? കരയിൽ മൂക്ക് കൊണ്ട്, നോസ്ട്രിൽസ് കൊണ്ടാണ് ശ്വസിക്കുന്നത്. എന്നാൽ വെള്ളത്തിൽ സ്കിന്ന് കൊണ്ട്, ത്വക്ക് കൊണ്ടാണ് ശ്വസിക്കുന്നത്. ഈ ഒരു കാര്യം നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിന്റെ അഡാപ്റ്റേഷൻസ് ഒക്കെ വെക്കണേ. സോ ഇവിടുത്തെ നമ്മുടെ ചോദ്യം കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവിയാണ്. അതിന് നമുക്ക് ഫ്രോഗ് എന്ന് എഴുതാം. ഇനി മറ്റൊരു ഓർഗാനിസം കൂടി നമ്മൾ എഴുതേണ്ടതുണ്ട്. നമുക്ക് സാലമൻഡർ എന്ന് എഴുതാം. മലയാളത്തിലും സാലമൻഡർ എന്ന് തന്നെയാണ് പറയുക. ഇവിടെ ആംഫിബിയൻസ്, ഉഭയജീവികൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവികളാണ്. സോ നിങ്ങൾ ആംഫിബിയൻസിന് എക്സാമ്പിൾ ആയിട്ട് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രോഗ്, സാലമൻഡർ. ഓക്കെ, ഉഭയജീവി ആംഫിബിയൻസ് എന്ന് പറഞ്ഞാൽ മറന്നു പോവരുത്, വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവികൾക്ക് പറയുന്ന പേരാണ്. ഓക്കെ, നമുക്കിനി അടുത്തൊരു ചോദ്യം നോക്കാം. വാട്ട് സ്പെഷ്യൽ ഫീച്ചർ ഹെൽപ്സ് എ ഫിഷ് ടു സ്വിം ഈസിലി ഇൻ വാട്ടർ? വെള്ളത്തിൽ നീന്താൻ വേണ്ടിയിട്ട് മത്സ്യത്തെ സഹായിക്കുന്ന പ്രത്യേകത എന്ത്? സോ ഇവിടെ നിങ്ങൾ എന്താണ് എഴുതേണ്ടത്? ഫിഷിൻ്റെ എന്ത് പ്രത്യേകതയാണ് എഴുതേണ്ടത്? നീന്താൻ സഹായിക്കുന്ന മീനിൻ്റെ പ്രത്യേകത മാത്രമാണ് ഇവിടെ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കിതിൻ്റെ ഉത്തരമായിട്ട് എന്ത് എഴുതാം? മീനിനെ എന്ത് പ്രത്യേകതയാണ് മീനിനെ നീന്താൻ സഹായിക്കുന്നത്? നമുക്കറിയാം മീനിൻ്റെ ആകൃതി എങ്ങനെയാണ്? തോണിയുടെ രൂപത്തിലാണ് അല്ലേ? രണ്ടറ്റവും കൂർത്തിട്ടാണ്, എന്നിട്ട് തോണിയുടെ രൂപത്തിലാണ്. സോ ഈ ഒരു ഇങ്ങനത്തെ രൂപമായതുകൊണ്ടാണ്, രണ്ടറ്റവും കൂർത്ത രൂപം, തോണി പോലെ കൂർത്ത രൂപമായതുകൊണ്ടാണ് മീനിനെ നീന്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. നമുക്ക് എഴുതാം സ്ട്രീം ലൈൻഡ് ഓർ ബോട്ട് ലൈക്ക് ഷേപ്പ് ആണെന്ന്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ പോയിന്റ് ആക്കിയിട്ട് എഴുതാം. അതിനെന്താണ്? ചിറകുകൾ, ഫിൻസ് ഉണ്ട് അല്ലേ? മീനിന് എന്താണ്? നമുക്കറിയാം ചിറകുകൾ, ഫിൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ രണ്ട് കാരണത്താലാണ്, ഈ രണ്ട് പ്രത്യേകതയാണ് മീനിനെ നീന്താൻ വേണ്ടിയിട്ട്, സ്വിം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. പഠിച്ചു വെക്കണേ. സ്വിം ചെയ്യാനുള്ള മീനിന്റെ പ്രത്യേകതയാണ് ഒന്ന് ബോട്ട് ലൈക്ക് ഷേപ്പാണ്, തോണിയുടെ രൂപത്തിലുള്ള ശരീരഘടന, പിന്നെ ഫിൻസ്, ചിറകുകൾ. ഓക്കെ, അടുത്തത് നിങ്ങളോട് ചോദിക്കാണ്, വാട്ട് ഈസ് സ്പെഷ്യൽ ഫീച്ചർ ഹെൽപ്സ് എ ഫിഷ് ടു ബ്രീത്ത് ഇൻ വാട്ടർ? വെള്ളത്തിൽ ശ്വസിക്കാൻ മീനിനെ സഹായിക്കുന്ന പ്രത്യേകത എന്താണെന്ന്. അപ്പോൾ നിങ്ങൾ എന്താണ് എഴുതേണ്ടത്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? ഗിൽസ്, ചെകിളകളാണ് മീനിനെ വെള്ളത്തിൽ ശ്വസിക്കാൻ സഹായിക്കുന്നത്. അടുത്തൊരു ചോദ്യം നോക്കാം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ അജീവ്യ ഘടകം, നോൺ ലിവിങ് ഫാക്ടർ ഏതാണ്? അജീവ്യ ഘടകം, നോൺ ലിവിങ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ജീവൻ ഇല്ലാത്തത് എന്നാണ്. ഇവിടെ നിങ്ങൾക്ക് താഴെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ജീവൻ ഇല്ലാത്തത്, നോൺ ലിവിങ് ഫാക്ടർ ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഒന്നാമത്തെ ഓപ്ഷനാണ് മരം, ട്രീ. മരത്തിന് എന്താണ്? ജീവനുണ്ട്. അത് അജീവ്യ ഘടകമല്ല, നോൺ ലിവിങ് ഫാക്ടർ അല്ല. മരം വളരില്ലേ? മരം വളർന്ന് വലുതാകുംല്ലേ? സോ അതെന്താണ്? അതിന് ജീവനുണ്ട്. അതൊരു അജീവ്യ ഘടകം, നോൺ ലിവിങ് ഫാക്ടർ അല്ല. അടുത്ത ബി ഓപ്ഷനാണ് മണ്ണ്. മണ്ണിന് ജീവനുണ്ടോ? മണ്ണിന് ജീവനില്ല. അതൊരു അജീവ്യ ഘടകം, നോൺ ലിവിങ് ഫാക്ടർ ആണ്. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം മണ്ണാണ്. ഇനി സി, നമുക്ക് പുൽച്ചാടി, ഗ്രാസ് ഹോപ്പർ നോക്കാം. എന്താണ്? ഗ്രാസ് ഹോപ്പറിന് ജീവനുണ്ട്. ഇനി ഓപ്ഷൻ ഡി പരുന്ത്, ഈഗിൾ. ഈഗിളിനും ജീവനുണ്ട്. സോ ഇവിടെ നിങ്ങളുടെ ഉത്തരമായിട്ട് വരുന്നത് മണ്ണ്, സോയിലാണ്. അജീവ്യ ഘടകം, നോൺ ലിവിങ് ഫാക്ടർ ആയിട്ട് വരുന്നത് മണ്ണ് ആണ്. ഓക്കെ, ഒരു ചോദ്യമാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ലിവിങ് തിങ്? ജീവനുള്ള വസ്തു ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്നാമത്തേത് റോക്ക്, പാറ. പാറകൾക്ക് ജീവനുണ്ടോ? ജീവനില്ല. എന്താണ്? റോക്ക് ഒരു ലിവിങ് തിങ് അല്ല, നോൺ ലിവിങ് തിങ് ആണ്, ജീവനില്ലാത്തതിൽ പെട്ടതാണ്. അടുത്ത ഓപ്ഷനാണ് സോയിൽ, മണ്ണ്. നമ്മൾ തൊട്ട് മുൻപത്തെ ചോദ്യത്തിൽ പറഞ്ഞു മണ്ണിന് ജീവനില്ല, അതൊരു അജീവ്യ ഘടകമാണെന്ന്, നോൺ ലിവിങ് ഫാക്ടർ ആണെന്ന്. ഇവിടെ നിങ്ങളോട് ജീവനുള്ളതാണ് ചോദിച്ചത്. അടുത്തതാണ് ഓപ്ഷൻ സി, ബനിയൻ ട്രീ. എന്താണ്? ഒരു ട്രീ, ഒരു മരമാണ്. മരത്തിന് എന്താണ്? ജീവനുണ്ട്. അതൊരു ലിവിങ് തിങ് ആണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി, ബനിയൻ ട്രീ ആണ്. ഓപ്ഷൻ ഡി, എയർ, വായു. വായു എന്താണ്? നോൺ ലിവിങ് തിങ് ആണ്, അജീവ്യ ഘടകമാണ്. ഓക്കെ, മനസ്സിലാക്കുക. ലിവിങ് തിങ് എന്ന് പറഞ്ഞാൽ ജീവനുള്ളതാണ്. നോൺ ലിവിങ് തിങ്, അജീവ്യ ഘടകം എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തത് എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. ഇവിടെ സിംഹം വനമാണെന്ന് തന്നിട്ടുണ്ട്, ലയണ് ഫോറസ്റ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ ലോട്ടസ്, താമര എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിംഹം എവിടെയാണ് വസിക്കുന്നത്? വനം, കാട്ടിലാണ്. ലോട്ടസ് എവിടെയാണ്? ലോട്ടസ്
പോണ്ട്, കുളത്തിലാണ് അല്ലേ. സോ നിങ്ങൾ അവിടെ ലോട്ടസിൻ്റെ നേരെ പോണ്ട് എന്നാണ് എഴുതി കൊടുക്കേണ്ടത്, കുളം. അടുത്തത് നിങ്ങൾക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് എക്കോസിസ്റ്റം. ആവാസ വ്യവസ്ഥ എന്നാൽ എന്താണെന്ന്. എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഒരു എൻവിറോൺമെന്റ് ആണ് വേർ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ലിവ് ഇൻ ഇന്റർ ഡിപ്പെൻഡൻസ്. അതായത് ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും പരസ്പരാശ്രയത്തിൽ കഴിയുന്ന ചുറ്റുപാടാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. മരങ്ങളും പുഴകളും വയലുകളും ഒക്കെയാണ് ചെറിയ ആവാസ വ്യവസ്ഥകൾക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. മരുഭൂമി, കടൽ, ധ്രുവപ്രദേശമൊക്കെയാണ് വലിയ ആവാസ വ്യവസ്ഥകൾക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. സോ നിങ്ങൾക്ക് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും പരസ്പര ആശ്രയത്തിൽ കഴിയുന്ന ഒരു എൻവിറോൺമെന്റ് ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് ചോദ്യം വരുന്നത്, ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദി ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ഹാംഫുൾ ടു എക്കോസിസ്റ്റം? എക്കോസിസ്റ്റത്തിൻ്റെ ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്ന മനുഷ്യ ഇടപെടലുകൾ എന്തെല്ലാമാണ്? സോ നമ്മൾ എന്തൊക്കെയാണ് എക്കോസിസ്റ്റം നശിപ്പിക്കാനായിട്ട് മനുഷ്യർ എന്തൊക്കെയാണ് ചെയ്യുന്നതാണ് ചോദിച്ചത്. ഇവിടെ 2 പോയിന്റ്സ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട്. ഒന്നാമത്തത് ഡിമോളിഷൻ ഓഫ് ഹിൽസ്, കുന്നിടിക്കൽ. പിന്നെ നമുക്ക് എഴുതാൻ പറ്റിയതാണ് എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, കീടനാശികളുടെ അമിത ഉപയോഗം. പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതാം? പിന്നെ നമുക്ക് എഴുതാം ഡീഫോറസ്റ്റേഷൻ എഴുതാം അല്ലേ, കാടൊക്കെ മരം വെട്ടി നശിപ്പിക്കുക, അത് എഴുതാം. പിന്നെ നമുക്ക് എഴുതാൻ പറ്റിയതാണ് വാട്ടർ പൊല്യൂഷൻ, വെള്ള മലിനീകരണം. ഓക്കെ, പുഴയിലും കുളത്തിലൊക്കെ എന്താണ് വേസ്റ്റ്, പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ട് തള്ളുക. അങ്ങനെ എന്താണ് പുഴകളും കുളങ്ങളൊക്കെ മലിനീകരണപ്പെട്ടു പോവില്ലേ. അപ്പോൾ എന്താണ് അവിടെ വെള്ളത്തിൽ ജീവിക്കുന്ന ഒരുപാട് ജീവികളുടെ ആവാസ കേന്ദ്രമല്ലേ നഷ്ടപ്പെട്ടു പോകുന്നത്. സോ നിങ്ങൾ എക്കോസിസ്റ്റത്തെ എങ്ങനെയൊക്കെയാണ് നശിപ്പിക്കുന്നത്, അതിന് മനുഷ്യർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു 3 പോയിന്റ്സ് എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. അടുത്തൊരു ചോദ്യമാണ് എക്കോസിസ്റ്റവുമായി ബന്ധപ്പെട്ട്. നമ്മൾ പറഞ്ഞു എന്താണ് എക്കോസിസ്റ്റത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ലേ, എങ്ങനെയൊക്കെയാണ് നമ്മൾ എക്കോസിസ്റ്റത്തെ നശിപ്പിക്കാൻ ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി ഇവിടെ ചോദിക്കുകയാണ് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ എക്കോസിസ്റ്റത്തെ സംരക്ഷിക്കാൻ പറ്റുക. അതിനു വേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? 2 കാര്യങ്ങൾ എഴുതാനാണ്. റൈറ്റ് 2 things you do to protect the ecosystem. ഓക്കെ, നമ്മൾ പറഞ്ഞു എന്താണ് എക്കോസിസ്റ്റത്തെ നമ്മൾ വേസ്റ്റൊക്കെ ഇടുന്നതിലൂടെ, നമ്മളും വേസ്റ്റ് മാലിന്യമൊക്കെ ഇടുന്നതിലൂടെ എക്കോസിസ്റ്റത്തെ നശിപ്പിക്കുകയാണെന്ന് പറഞ്ഞില്ലേ. സോ നമുക്ക് എങ്ങനെ എക്കോസിസ്റ്റത്തെ സംരക്ഷിക്കാം? ഈ ഒരു പ്ലാസ്റ്റിക് മാലിന്യത്തെ ഉപേക്ഷിച്ച് കൊണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ എക്കോസിസ്റ്റത്തെ, ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കാം. സോ ഒരു പോയിന്റ് നമുക്ക് എഴുതാം, അവോയ്ഡ് പ്ലാസ്റ്റിക് വേസ്റ്റ്, പ്ലാസ്റ്റിക് മാലിന്യം ഒഴിവാക്കുക. ഇത് നിങ്ങൾക്ക് എക്കോസിസ്റ്റവുമായി ബന്ധപ്പെട്ട് പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടി ചോദിച്ചാലും നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ്സ് ഒക്കെ എഴുതാൻ പറ്റുന്നതാണ്. നിങ്ങളോടത്ത് പറയാണ് ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കേണ്ടതുമായി ബന്ധപ്പെട്ട് പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോഴും നിങ്ങൾ ഈ ഒരു പോയിന്റ്സുകൾ എഴുതി കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് എഴുതാം? നമ്മൾ പറഞ്ഞു കാടും മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുന്നതിലൂടെ നമ്മൾ ആവാസ വ്യവസ്ഥ, എക്കോസിസ്റ്റത്തെ നശിപ്പിക്കുകയാണെന്ന് നമ്മൾ പഠിച്ചു. സോ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, പ്ലാന്റ് മോർ സാപ്ലിങ്സ് എഴുതാം. ഓക്കെ, മനസ്സിലാവുന്നില്ലേ? പിന്നെ നമുക്ക് എഴുതാൻ പറ്റിയൊരു പോയിന്റാണ് ചുറ്റുപാടും വൃത്തിയായി സൂക്ഷിക്കുക, കീപ് ദി സറൗണ്ടിങ്സ് ക്ലീൻ. ഈ ഒരു 2-3 പോയിന്റ്സ് നിങ്ങൾ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കേണ്ടതുമായി ബന്ധപ്പെട്ട് ഒരു 2-3 പോയിന്റ്സ് അതും പഠിച്ചു വെക്കുക. നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു 2-3 പോയിന്റ്സും പഠിച്ചു വെക്കുക. ഇനി നിങ്ങൾക്ക് ചോദിച്ചേക്കാവുന്ന മറ്റൊരു ചോദ്യമാണ് മണ്ണിൽ കൂടുതലായി വസിക്കുന്ന ഒരു ജീവിക്ക് ഉദാഹരണം നൽകുക. ഗിവ് 1 example of an organism that lives mostly in the soil. അല്ലേ, മണ്ണിൽ ജീവിക്കുന്ന ഒരു ജീവിയുടെ ഉദാഹരണമാണ് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങൾ എന്ത് എഴുതാം? മണ്ണിര, എർത്ത് വേംസ് എഴുതാം. നിങ്ങൾക്ക് പഠിക്കാൻ സുഖമായിട്ട് മണ്ണിര, മണ്ണെന്ന് പേരിൽ തന്നെ ഉണ്ടല്ലേ, മണ്ണിരയാണ്. കൂടുതൽ സമയവും മണ്ണിൽ തന്നെ വസിക്കുന്ന ഒരു ഓർഗാനിസത്തിൻ്റെ എക്സാമ്പിൾ നമുക്ക് എഴുതാൻ പറ്റുന്നത്. സോ നിങ്ങൾ ഇവിടെ എർത്ത് വേം എന്ന് എഴുതുമ്പോൾ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടി.
അടുത്തത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് വാട്ടർ ലില്ലി ആമ്പലിൻ്റെ അഡാപ്റ്റേഷൻസ് അനുകൂലനത്തെ പറ്റി. അതിൽ ടെക്സ്റ്റ് ബുക്കിൽ ഒരു സെൻറ്റൻസ് പറയുന്നുണ്ട്, ആമ്പലിന് വെള്ളത്തിൽ പൊങ്ങി നിൽക്കാൻ സഹായിക്കുന്നത് തണ്ടുകളിലെ വായു അറകളാണെന്ന്. ഈ പോയിന്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുള്ളതാണ്. നമുക്കിവിടെ വാട്ടർ ലില്ലിയുടെ അഡാപ്റ്റേഷൻസുമായി ബന്ധപ്പെട്ട് മറ്റൊരു പോയിന്റ്സ് പഠിക്കാം. ദേ ഡു നോട്ട് ഡിക്കേ ഇൻ വാട്ടർ, അവൾ വെള്ളത്തിൽ നശിക്കുന്നില്ല. സ്ട്രോങ് റൂട്ട് സിസ്റ്റം ആണ്, ഉറപ്പുള്ള വേരുകളാണുള്ളത്. പിന്നെ അവരുടെ ഇലകൾ ശ്രദ്ധിച്ചേ, വലിയ പരന്ന ഇലകൾ ഉണ്ട് അല്ലേ പൊങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട്. അതൊരു പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതാം. ബിഗ് ഫ്ലാറ്റ് ലീവ്സ് ടു ഫ്ലോട്ട്, പൊങ്ങിക്കിടക്കാൻ വലിയ പരന്ന ഇലകൾ. പിന്നെ നമുക്ക് എഴുതാം ലീവ്സ് ഹാവ് എ വാക്സി കോട്ടിങ്, ഇലകൾ മേഘു പോലുള്ള ആവരണമാണ്. സോ നിങ്ങൾ ഇവിടെ വാട്ടർ ലില്ലിയുടെ അഡാപ്റ്റേഷൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു 3 പോയിന്റ്സ് എങ്കിലും പഠിച്ചു വെക്കുക. അടുത്തൊരു ക്വസ്റ്റ്യന് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ടേബിളിൽ 3 ടൈറ്റിലാണ് നിങ്ങൾക്കുള്ളത്, 3 തലക്കെട്ടാണ്. എനിമൽസ് ലിവ് ഓൺ ലാൻഡ്, കരയിൽ ജീവിക്കുന്നവ. എനിമൽസ് ലിവ് ഇൻ വാട്ടർ, വെള്ളത്തിൽ ജീവിക്കുന്നവ. എനിമൽസ് ലിവ് ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ, കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവ. നമുക്കാദ്യം കരയിൽ ജീവിക്കുന്നതിൻ്റെ പേരെഴുതാം. ഇവിടെ നിങ്ങൾക്ക് ടൈഗർ എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് മറ്റു 2 എക്സാമ്പിൾസ് കൂടി നമുക്ക് എഴുതേണ്ടതുണ്ട്. കരയിൽ ജീവിക്കുന്ന നമുക്ക് എഴുതേണ്ടത് ലിവ് ഓൺ ലാൻഡ് ആണ്. സിമ്പിൾ ആണല്ലേ. നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 എനിമൽസിൻ്റെ പേര് എഴുതാം. ഞാനിവിടെ കൗ, പശു, കാറ്റ്, പൂച്ച എന്നാണ് എഴുതിയിട്ടുള്ളത്. നമുക്ക് എന്ത് എഴുതാം? ലയൺ, സിംഹം എഴുതാം. ഓക്കെ, കരയിൽ ജീവിക്കുന്ന ഏതെങ്കിലും എനിമൽസിൻ്റെ പേരാണ് ഇവിടെ നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. അടുത്തത് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ലിവ് ഇൻ വാട്ടർ ആണല്ലോ, വെള്ളത്തിൽ ജീവിക്കുന്നത്. ഫിഷ്, മത്സ്യം ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് എഴുതാം? പിന്നെ വെയിൽ, തിമിംഗലം എഴുതാം. പിന്നെ ഡോൾഫിൻ എഴുതാം. അടുത്തത് വെള്ളത്തിലും കരയിലും ജീവിക്കുന്നതാണ്. ക്രോക്കോഡൈൽ, മുതല ഇവിടെ തന്നിട്ടുണ്ട്. നമുക്കിനി ഫ്രോഗ്, തവള എഴുതാം. പിന്നെ ടോട്ടോയിസ്, ആമ എഴുതാം. നിങ്ങൾ ഈ ഓരോ ഹെഡിങ്ങിനും, അതായത് കരയിൽ ജീവിക്കുന്നതിനും വെള്ളത്തിൽ ജീവിക്കുന്നതിനും കരയിലും വെള്ളത്തിലും ജീവിക്കുന്നതിനും എക്സാമ്പിൾ ആയിട്ട് 3 എണ്ണമെങ്കിലും നിങ്ങൾ തീർച്ചയായും പഠിച്ചു വെക്കണേ. സോ ഈ വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം കൂടി നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണേ. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.